ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കാതോട് കാതോരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ജീവനെയും അതുപോലെ തന്നെ കാഞ്ചനേനെയാണ്. അപ്പോൾ കാഞ്ചന ഇറങ്ങി വന്നിരിക്കുകയാണ്. അല്ല, കല്യാണത്തിന് അന്ന് രാത്രി ഫംഗ്ഷൻ കാണുമല്ലോ, അന്ന് നിന്നെ എന്നാണെങ്കിലും ആ സ്വർണ്ണമൊക്കെ അണിയിച്ചില്ലെങ്കിലും അതൊക്കെ നിൻ്റെ കയ്യിലേക്ക് തരും പിറ്റേന്ന് ഒരുങ്ങാനായിട്ട്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, അതുമായി കല്യാണ തലേന്ന് രാത്രി തന്നെ നമുക്ക് അവിടുന്ന് പോവാം. എങ്ങോട്ടേക്ക് പോവാം? ജീവേട്ടൻ എന്തിനാ തമാശ പറയുവാണോ? അല്ല, കല്യാണ തലേന്ന് രാത്രി ഇതുപോലെ കൂളായിട്ട് ഇറങ്ങി വരാൻ പറ്റില്ല ജീവേട്ട. അതിനുള്ള വഴി ഞാൻ ഉണ്ടാക്കിയാൽ പോരെ, പ്രശ്നം തീർന്നില്ലേ? നാളെ നമുക്ക് കാണാൻ കാഞ്ചനെ. നീ എന്താണെങ്കിലും ഇവിടുത്തെ മുങ്ങേണ്ട പ്ലാൻ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകണമെന്നാണോ പറയണത്? അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. 50 പവൻ ചുമ്മാ നഷ്ടപ്പെടുത്തണം കാഞ്ചനെ. അതും ശരിയാ. അപ്പം നാളെ കാണാം. ശരി ജീവേട്ട, 1 മിനിറ്റ് എന്ന് പറഞ്ഞു കേട്ടോ. അതെ, എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാ. ഞാൻ ഇളയമ്മയെ വിളിച്ച് വാതിലൊന്ന് തുറക്കാൻ പറയട്ടെ, എന്നിട്ട് പോ എന്ന് പറഞ്ഞു കേട്ടോ. അവസാനം കാഞ്ചനെ വിളിച്ച് പറഞ്ഞു, ജീവനിങ്ങനെ നിൽക്കണം. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ അപ്പം ജീവനും അതുപോലെ തന്നെ ഇവർ സംസാരിച്ച കാര്യങ്ങൾ മല്ലികയോട് ഇങ്ങനെ പറയുകയാണ് കാഞ്ചന. ജീവന് ബുദ്ധിയുണ്ട്, നിനക്ക് ബുദ്ധിയില്ലാതെ പോയി. സ്വർണത്തിൻ്റെ കാര്യം നീ ഓർക്കണമായിരുന്നു. നിന്നെ മണ്ടത്തരം. സാരമില്ല കേട്ടോ. ഇനി അധിക ദിവസമൊന്നും കാത്തിരിക്കണ്ടല്ലോ. പിന്നൊരു കാര്യം, കല്യാണ തലേന്ന് രാത്രി സ്വർണം കയ്യിൽ കിട്ടിയ ഉടൻ തന്നെ നീ സ്ഥലം വിട്ടേക്കണം. അതൊക്കെ ജീവേട്ടൻ പ്ലാൻ ചെയ്യും. ഇളയമ്മയായിട്ട് ഇനി ആരോടും പറയാതിരുന്നാൽ മതി. ഞാൻ അങ്ങനെ പറയൂടി. ഓടിപ്പോയതിന് ശേഷം നീ എന്നെ മറക്കാതിരുന്നാൽ മതി. ഞാൻ അങ്ങനെ മറക്കുമോ? എന്നെ അറിയില്ലേ ഇളയമ്മയ്ക്ക്? അറിയുന്നത് കൊണ്ടാണ് ഞാൻ ഈ പറയണത്. ഇപ്പോഴും മീനു ഇവിടെ തന്നെയുണ്ട്. ഞാൻ കല്യാണം കഴിച്ച് പോകുന്നതിന് മുൻപ് തന്നെ അവളുടെ വീട്ടിൽ പോകണം എന്ന് കാണണം എന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷേ അതിന് നടക്കുമെന്ന് തോന്നുന്നില്ല. അവർ തെറ്റിയെന്നാണ് ഞാനും വിശ്വസിച്ചിരുന്നത്. അനിൽ ഫോൺ വിളിച്ചപ്പോഴത്തേനും നിനക്ക് തരാനായിട്ട് 2 പേരോടി വന്നില്ലേ? അതോടെ ആ വിശ്വാസവും ഇല്ലാതെയായി. എന്ത് ചെയ്യാനാ? അപ്പോഴാണ് നമ്മുടെ അർജുനും മീനും കൂടെ അങ്ങോട്ടേക്ക് വരണത്. അപ്പം 2 പേരും ഭയങ്കര സന്തോഷത്തിൽ ഓടി ഇങ്ങനെ വരുവാണ് കേട്ടോ. ഓടി വന്ന് ഇവർക്ക് ചുറ്റും വട്ടം കളിച്ച് ഇങ്ങനെ കളിക്കുകയാണ്. എന്താ ഇത് എന്ന് ചോദിച്ചു കാഞ്ചന. എന്നിട്ട് ഓടിച്ചെന്ന് അർജുൻ മീനിനെ എടുത്ത് പൊക്കി ഇങ്ങനെ പിടിച്ച് നിന്ന് കറങ്ങാണ്. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേനും കാഞ്ചനയ്ക്ക് ആകെ എന്തോ ഭയങ്കര ദേഷ്യം. മല്ലികയുടെ കാര്യം പിന്നെ പറയുകയും വേണ്ടല്ലോ, കണ്ടില്ലേ എന്നിങ്ങനെ ചോദിച്ചു. അതെ, നാണമില്ലേടാ നിനക്ക്? അപ്പോൾ ഇത് കേട്ടാ മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരണത്. എന്തിനാ നാണിക്കുന്നത്? അവൻ്റെ ഭാര്യയല്ലേ അവനെടുത്തത്, അതിനിപ്പോൾ അവനെന്താ ഇത്ര നാണിക്കാനിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ മീനിനെ താഴെ നിർത്തി മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. അതെ, അല്ല മല്ലികേ, നിവിതിയിൽ നിന്ന് നിനക്ക് എന്ത് കാര്യം മനസ്സിലായി എന്ന് ചോദിച്ചോ. ഇവർ 2 പേരും തെറ്റിയിട്ടില്ല എന്ന് നിനക്ക് മനസ്സിലായോ? 3 ദിവസമല്ലേ മത്സരത്തിൽ ഞങ്ങൾ ജയിച്ചു, നിങ്ങൾ തോറ്റു കേട്ടോ. ഇനിയിപ്പോൾ ഈ ഫോൺ തമ്മിൽ കൈമാറാലോ അല്ലേ? അപ്പോൾ പിന്നെ ഇത് നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വരണത്. അപ്പോൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ കൈമാറി. മല്ലിക ഇങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ പൊന്നു മല്ലികേ, കുട്ടിക്കളി മതിയാക്ക്. ഒന്നുമില്ലെങ്കിലും വയസ്സ് എത്രയായി നിനക്ക് എന്ന് ചോദിച്ചു മുത്തശ്ശൻ. അയ്യോ, മല്ലികയ്ക്കൊന്നും പറയാനും പറ്റുന്നില്ല, ആകെ ചമ്മിച്ചളങ്ങി. ഇതിൽ നിന്ന് നിനക്ക് ഒരു കാര്യം മനസ്സിലായി കാണും അല്ലേ? ആര് വിചാരിച്ചാലും ഈ ജന്മം ഇവരെ 2 പേരെയും പിരിക്കാൻ കഴിയില്ല, അത് മനസ്സിലാക്കിക്കോ നീ എന്ന് പറഞ്ഞു. അപ്പം മീനു മനസ്സിലായല്ലോ, അതുകൊണ്ട് ഇനിയെങ്കിലും ഞങ്ങളുടെ വഴിക്കങ്ങ് വിട്ടേരെ എന്ന് പറഞ്ഞു. അല്ല മീനു, നിനക്കിന്ന് സ്കൂളിൽ പോകണ്ടല്ലേ? പെട്ടെന്ന് റെഡിയായി, ഞാൻ കൊണ്ടേക്കാം, സമയമുണ്ട്. അർജുൻ വാ എന്ന് പറഞ്ഞ് അർജുനെയും കൂട്ടി മീനു റൂമിലേക്ക് പോയി. ഇളയമ്മ നന്നായി ചമ്മിയല്ലേ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇവർ നേരെ റൂമിലേക്ക് പോയി വാതിലടച്ചു കേട്ടോ. മുത്തശ്ശൻ നോക്കിയിട്ട് കഷ്ടം തന്നെ നിങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞ് മുത്തശ്ശനെ ഒരു പുച്ഛഭാവത്തിൽ പറഞ്ഞ് മുത്തശ്ശനും അങ്ങ് പോയി. അപ്പോൾ കാഞ്ചന അവിടെ നിൽക്കുകയാണല്ലോ, വലിയ ചെറിയമ്മയാണല്ലോ ഇതെല്ലാം പറഞ്ഞ ആൾ. എൻ്റെ ഓരോ ഐഡിയ ആയിട്ട് വന്നോളും മനുഷ്യരെ നാണം കെടുത്താനായിട്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് കാഞ്ചനയും അകത്തേക്ക് കയറിപ്പോയി. മല്ലിക ആകെ നാണം കെട്ടി നിൽക്കുകയാണ്. പിന്നെ കാണുന്നത് ജീവനെയാണ് കേട്ടോ. അപ്പോൾ ജീവനെയും കാഞ്ചനയും കൂടെ പിറ്റേ ദിവസം രാവിലെ മുട്ടിയിരിക്കുകയാണ്. അപ്പം അതെ, ചെറിയ ഫംഗ്ഷൻ ആണെങ്കിലും കല്യാണ ദിവസം ഇറങ്ങി വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ജീവേട്ടാ. അന്നേരം വീട്ടിലൊക്കെ ആൾ കാണില്ലേ? നിന്നെ പുറത്തിറക്കാൻ ഞാനൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് കാഞ്ചന.
എന്നെ ചാക്കി കെട്ടി കൊണ്ടുവരാൻ വല്ല ആണോ പ്ലാൻ എന്ന് ചോദിച്ചു. അങ്ങനെയാണല്ലോ സിനിമയിലൊക്കെ. ചാക്കിലല്ല, വലിയൊരു വട്ടപാത്രത്തിൽ കൊണ്ടുവരുന്നില്ല ഞാൻ. വട്ടപാത്രത്തിലോ? അതേനെ. എന്താന്ന് വെച്ചാലേ, നിൻ്റെ അച്ഛൻ ഫുഡിൻ്റെ കാര്യം ഏൽപ്പിച്ചിരിക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിനെയാണ്. ആ വഴി അവിടുത്തെ ജീവനക്കാർക്കൊപ്പം എൻ്റെ 2 ഫ്രണ്ട്സ് നിൻ്റെ വീട്ടിൽ എന്താണേലും വരും. അവർക്ക് ഭക്ഷണം കൊണ്ടുവരുന്ന ആ വലിയ പാത്രത്തിൽ കൊണ്ടുവന്ന് തന്നെ നിന്നെ എൻ്റെ വീട്ടിലെത്തിക്കും. ഇതൊക്കെ നടക്കുമോ ജീവേട്ടാ? നടക്കും. ആ പാതിരാത്രി കഴിഞ്ഞ് ആരും കാണാതെ ഞാൻ അങ്ങ് വന്നാൽ പോരെ ജീവേട്ടാ, ഇന്നലെ വന്ന പോലെ? അതിനേക്കാൾ സേഫ് ഇത് തന്നെയാണ് കാഞ്ചന എന്ന് പറഞ്ഞു. വിവാഹ തലേന്ന് രാത്രി ആയതുകൊണ്ട് അത്ര ഈസി ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അതും ശരിയാ. പിന്നെ വരുമ്പോൾ പൊന്നും മണം എടുക്കാൻ മറന്നു പോകരുത് കേട്ടോ കാഞ്ചന. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര വെയിറ്റ് ചെയ്ത് തന്നെ. അത് മറക്കുമോ ജീവേട്ടാ? സുഖമായി സന്തോഷമായി ജീവിക്കണം നമുക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സമയത്താണ് മീനു അതിലേ പോണത്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടു. ഇത് കാഞ്ചന ചേച്ചിയല്ലേ? അപ്പോൾ വേഗം തന്നെ മീനു അവിടെ ഇറങ്ങിയിട്ടോ. മീനു ഇറങ്ങി നിന്ന് നോക്കുകയാണ്. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യെ പിടിക്കുന്നു, സംസാരിക്കുന്നു, ഭാഷ പറയുന്നു, ചിരിക്കുന്നു. ഇത് കണ്ടപ്പോഴത്തേനും അയ്യോ ജീവനാണല്ലോ, ഇവൻ്റെ കൂടെ എന്താ ചേച്ചി നിൽക്കണത്? അപ്പോൾ രണ്ടുപേരും എന്താ പെർഫോമൻസ്. അപ്പോൾ ഇതുകൊണ്ട് മീനുവിൻ്റെ കിളി പോയി എന്നുള്ളതാ സത്യം. ഇതെന്താ ഇവർ ഇങ്ങനെ? അപ്പോൾ പോകാൻ ചങ്കാഞ്ചന, സമയം ഒരുപാടായി. എനിക്ക് ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവരെ ഒന്ന് സംസാരിക്കണം. നിന്നെ ഞാൻ ബസ് സ്റ്റോപ്പിൽ വിടാം. ശരി വാ എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരോട് ഇതേ ബൈക്കിലൊക്കെ കയറി ഒട്ടി ഒരുമി അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ പോക്ക് കണ്ടിട്ട് കിളി പോയി നമ്മുടെ മീനുവിൻ്റെ. എന്തൊക്കെയാ കാണുന്നത്? അപ്പോൾ ജീവനുമായിട്ട് ഇപ്പോഴും ബന്ധമുണ്ടോ? അപ്പം പിന്നെ എന്തിനാ കല്യാണത്തിന് സമ്മതിച്ചത്? ചതിക്കാണോ ഇവരെല്ലാവരെയും? ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്ത് മീനു ആകെ വല്ലാത്തൊരു വൈക്ലഭ്യത്തിലേക്കായി കേട്ടോ. എന്താ ചെയ്യേണ്ടതെന്ന് മീനുവിന് അറിയത്തില്ല. അപ്പം ടീച്ചറെ പോവാം എന്ന് ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞു. അപ്പം നേരെ പോയി. പിന്നെ കാണുന്നത് നമ്മുടെ ജീവനെയാണ്. അപ്പോൾ ജീവൻ വന്ന് ഫ്രണ്ട്സിനോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. നിൻ്റെ പ്ലാൻ കൊള്ളാം, ഇതൊക്കെ നടക്കുമോ? നടക്കും, നടത്തണം. നിങ്ങൾക്ക് ആത്മവിശ്വാസം ഇല്ലേ? ഞാൻ വേറെ ആളെ നോക്കണോ? ഞങ്ങൾക്ക് ഒരാത്മവിശ്വാസം കുറവില്ല. നീ എന്ത് പറയുന്നോ അത് ഞങ്ങൾ ചെയ്തിരിക്കും. നീ ഞങ്ങളുടെ ജീവനല്ലേടാ എന്ന് പറഞ്ഞു. നീ കേറ്ററിംഗുകാരുമായിട്ട് സംസാരിച്ചോ? പിന്നെ സംസാരിക്കാതെ. അതിൻ്റെ ഓണർ രാജേന്ദ്രൻ എൻ്റെ ഏറ്റവും അടുത്ത ആളല്ലേടാ. എൻ്റെ ഭാഗ്യത്തിനാ കാഞ്ചനയുടെ അച്ഛൻ അയാളെ തന്നെ ഫുഡ് ഏൽപ്പിച്ചത്. അതുകൊണ്ട് അവർ 2 പേരുണ്ടാവും. അവർക്കൊപ്പം നിങ്ങൾ 2 പേരങ്ങ് പോയേച്ചാൽ മതി. വീട്ടുകാർക്ക് ഒരു സംശയം തോന്നാത്ത വിധം വേണം പെരുമാറാൻ. അതൊക്കെ ഞങ്ങൾക്കറിയാം. ചെറിയ ഫംഗ്ഷനാണെന്നല്ലേ പറഞ്ഞത്. വലിയ വട്ടപാത്രം കൊണ്ടുപോകുമ്പം സംശയം തോന്നില്ലേ? അതിനൊന്നും ചാൻസ് ഇല്ല. അതൊന്നും ആരും ശ്രദ്ധിക്കാൻ വഴിയില്ല. നീ എന്താണെങ്കിലും നിങ്ങൾ കാഞ്ചന അതിൽ കയറ്റുക. രാത്രി തന്നെ അവളെ വീട്ടിലെത്തിക്കുക. നിങ്ങൾ വിചാരിച്ചാൽ നടക്കും. വീട്ടിൽ മണിയറ ഒരുക്കണോ? വേണ്ട. എൻ്റെ അച്ഛൻ കൊല ചെയ്യപ്പെട്ട ആ മുറി അത് മതി അവൾക്ക്. ആ മുറി അങ്ങനെ തന്നെ വേണം. ആഡംബരം ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. കാരണം ഞാൻ സന്തോഷിക്കാനായിട്ടല്ല അവളെ കൊണ്ടുവരുന്നത്, ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ നോക്കുകയാണ് കേട്ടോ. ഇവൻ ആകെ ഇതിലാണ് ഇരിക്കുന്നത്, ജീവൻ്റെ ഇരിപ്പ്. അപ്പോൾ പിന്നെ കാണുന്ന മീനുവിനെയാണ്. അപ്പോൾ മേഴ് വീട്ടിലേക്ക് എത്തി. ആളാകെ ടയേർഡാണ്, ആകെ മനസ്സ് മടുത്ത പോലെ വന്നു. എന്നിട്ട് അവിടെ സെറ്റിൽ കയറി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ പ്രഭാവതി അങ്ങോട്ടേക്ക് വന്നത്. മീനുവിൻ്റെ ഇരിപ്പ് കണ്ടിട്ട് ആഹാ കാഞ്ചന ചേച്ചിയെയും ജീവനെയും കണ്ടാൽ എന്ന് അർജുനോടൊന്ന് പറഞ്ഞാലോ? അർജുന് വലിയ വിഷമാവുമോ? ഇനി എന്താ ചെയ്യുക? എന്തായാലും ചേച്ചിയോടൊന്ന് സംസാരിക്കണം എന്ന് മീനു ഇങ്ങനെ തീരുമാനിച്ചു. അതിനുശേഷം എന്താ ചെയ്യേണ്ടെന്ന് തീരുമാനിക്കാം. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്താണ് പ്രഭാവതി നോക്കുന്നത്. ആഹാ മീനു എത്തിയോ? അപ്പോൾ മീനു വന്നിട്ട് മോള് വന്നായിരുന്നോ എന്ന് ചോദിച്ചു. അർജുൻ നിന്നെ കൂട്ടാൻ വന്നില്ലേ മോളെ? ഇല്ലമ്മേ, ഞാൻ വരണ്ടാന്ന് പറഞ്ഞിരുന്നു. മുഖനാണ്ട വല്ലാണ്ടിരിക്കുന്നത്, എന്തോ ഒരു ടെൻഷനുള്ള പോലെ. ഒന്നുമില്ലമ്മേ, നീ പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വാ, ഞാൻ ചായ എടുത്ത് വയ്ക്കാം. ചായ ഒന്നും വേണ്ടമ്മേ, ഞാൻ സ്കൂളിൽ നിന്ന് കഴിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ മീനു അങ്ങ് പോയി. ഇതൊക്കെ എന്തു പറ്റി എന്ന് പ്രഭാവതി ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ മീനു നേരെ ചെല്ലുന്നത് കാഞ്ചനയുടെ റൂമിലേക്കാണ്. അപ്പോൾ കാഞ്ചന അത് ചാറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മീനു കയറി വന്നപ്പോഴത്തേനും എന്താ ഒരു കള്ളക്കളി എന്ന് ചോദിച്ചു മീനു. കള്ളക്കളിയോ? അതെ. അതാണോ? ഞാൻ ചാറ്റ് ചെയ്യുന്നത് നിർത്തിയത് കൊണ്ടാണോ നീ ചോദിച്ചത്? എന്നെ കണ്ട് ഞാൻ പേടിച്ചിട്ടാണ് നിർത്തിയത് എന്ന് പറഞ്ഞു. ഒരു പുച്ഛഭാവത്തിൽ. ഒന്ന് പോടി അവിടുന്ന് എന്ന് പറഞ്ഞു. എന്താ നിങ്ങളുടെ മനസ്സിൽ എന്ന് ചോദിച്ചു. എൻ്റെ മനസ്സിൽ പലതും ഉണ്ടാവും, അതൊക്കെ നിന്നോട് പറയണമെന്ന് നിർബന്ധമുണ്ടോ? ചിലതൊക്കെ പറയേണ്ടി വരും എന്ന് പറഞ്ഞു മീനു.
അപ്പം മല്ലിക അപ്പുറത്ത് നിൽപ്പുണ്ട്. ജീവനുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നല്ലേ നിങ്ങളിപ്പോൾ പറഞ്ഞത്? എന്നിട്ട് നിങ്ങൾ ആ ബന്ധം കള്ളത്തരമല്ലേ എന്ന് ചോദിച്ചു. നീ എന്താടി എന്നെ ചോദ്യം ചെയ്യാണോ എന്ന് ചോദിച്ചു. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? നിങ്ങളെയും ജീവനെയും സിറ്റിക്കടുത്ത് വെച്ച് ഞാൻ കണ്ടിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കാഞ്ചനയുടെ കിളി പോയി. കാഞ്ചന ആകെ പേടിച്ചു കേട്ടോ. അത് പിന്നെ അതിനിപ്പോൾ എന്താ എന്ന് ചോദിച്ചു. നിങ്ങൾ ഇപ്പോഴും പഴയ ബന്ധം തുടരുന്നുണ്ടല്ലേ? അപ്പോൾ പിന്നെ ഇങ്ങനെ നിൽക്കുകയാണ് കാഞ്ചന. അത് പിന്നെ നിങ്ങളുടെ സമ്മതത്തോടെയല്ലേ അനിലുമായിട്ട് ബന്ധം ഉറപ്പിച്ചത്? എന്താ നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്ന് ചോദിച്ചോ. ജീവൻ ചേട്ടൻ ഇപ്പോഴും എൻ്റെ പിറകെ നടക്കുന്നുണ്ട്. ഞാൻ പുറത്തിറങ്ങിയപ്പോൾ അയാളെന്നെ കണ്ടു. പിന്നെ എന്നത്തെയും പോലെ വിവാഹം കഴിക്കണം എന്ന് പറയുകയും ചെയ്തു. ഞാൻ എതിർത്ത് സംസാരിച്ചു എന്ന് പറഞ്ഞു. അയാൾ എന്നെ എന്താണെങ്കിലും വെല്ലുവിളിച്ചു പോയി, അത്രയേ ഉള്ളൂ. അപ്പം മീനു ഇങ്ങനെ നോക്കിയിട്ട് അതെ ഇതാ ആദ്യമായിട്ട് നടക്കുന്ന കാര്യമൊന്നും അല്ല എന്നൂടെ പറഞ്ഞു. അയാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പം മുതലേ നടക്കുന്നതാ. വെല്ലുവിളിച്ചുകൊണ്ടല്ല പോയത്, നിങ്ങൾ സന്തോഷത്തോടെ സംസാരിച്ചത്. നിങ്ങൾ അയാളുടെ ബൈക്കിൽ കയറി പോവായിരുന്നു രണ്ടുപേരും എന്ന് പറഞ്ഞു. സത്യം പറയാം, പഴയ ബന്ധം പൊടിയിട്ട് എടുത്തു അല്ലേ നിങ്ങൾ വീണ്ടും? എല്ലാവരെയും വിഡ്ഢികളാക്കുകയാണോ നിങ്ങൾ എന്ന് ചോദിച്ചു. ദേ മീനു, എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല, നീ പോയേ. സംസാരിക്കണം എന്ന് പറഞ്ഞു. നിങ്ങളുടെ വിവാഹം ഉറപ്പിച്ച് വെച്ചിരിക്കുക, അതിൻ്റെ ഇടയിലാണ് നിങ്ങൾ കാണിക്കുന്ന ഒരു പണി എന്ന് പറഞ്ഞു. അപ്പം മീനിങ്ങനെ നിൽക്കുകയാണ്. ജീവനുമായിട്ട് ഇപ്പോഴും നിങ്ങൾ പ്രണയത്തിലാണല്ലേ എന്ന് ചോദിച്ചു. അപ്പം മിണ്ടാതെ നിൽക്കുക. എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്? അപ്പം മല്ലിക വേഗം കയറി ഇടപെട്ടു. അതെ, ജീവനുമായിട്ട് ഇവൾ ഇപ്പോഴും പ്രണയത്തിൽ തന്നെയാണ്. ഇളയമേ എന്ന് വിളിച്ചു കാഞ്ചന. എന്തിനാണ് ഈ പേടിക്കുന്നത്? പ്രണയത്തിലാ. ഇപ്പം നിനക്കെന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്ന് ഞെട്ടിപ്പോയിട്ട് മീനു വന്നിട്ട് കാഞ്ചന ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ കാഞ്ചന എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. അതെ, ജീവൻ ഇവളുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. അവൾ ആ വിവേകമൊന്നും കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അനിലുമായിട്ടുള്ള വിവാഹം വരെ ജീവനുമായിട്ട് പ്രണയം അഭിനയിക്കാനായിട്ട് തീരുമാനിച്ചു. എൻ്റെ ഐഡിയ ആയിരുന്നു എന്ന് കൂട്ടിക്കോ. പിന്നെ അവസാനം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അവസാനം അഭിനയം എന്നുള്ളതുണ്ടല്ലോ, അത് കാര്യമായി. ഇവക്ക് അവനോട് വീണ്ടും പ്രണയം തുടങ്ങി. അതോടെ പ്രശ്നങ്ങളെല്ലാം ഇതായി. ഇനി ആര് വിചാരിച്ചാലും ഇവരെ വേർപെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞു. എന്നാലും എന്തൊരു ചതിയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. ഒരിക്കൽ ഞാൻ അദ്ദേഹത്തെ ചതിച്ചതാ. ഇനിയും ആ പാവത്തിന് ചതിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. എനിക്കതിന് കഴിയില്ല എന്ന് പറഞ്ഞു. അതെ, അയാളെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് അയാളെ ഒരുപാട് ഇഷ്ടമാണ്. പിന്നെന്തിനാ ഇനി പിരിയാൻ വയ്യ എന്ന് പറഞ്ഞു. അപ്പം മീനു ഇങ്ങനെ ആകെ ഇതായിട്ട് നിന്നു. പ്രണയത്തിൻ്റെയും വിരഹത്തിൻ്റെയും സന്തോഷവും ദുഃഖവും ഒക്കെ മറ്റാരെക്കാലം നിനക്കറിയാവുന്നതല്ലേ മീനു എന്ന് ചോദിച്ചു. അപ്പം മീനു ഒന്നും മിണ്ടിയില്ല. കുറച്ച് നേരം ഒന്ന് സ്റ്റക്കായിപ്പോയി ആൾ. എന്നാലും എല്ലാം അറിഞ്ഞ് എല്ലാം മറന്ന് നിങ്ങൾ പുതിയൊരു ജീവിതം തുടങ്ങാൻ തയ്യാറായതല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഇനി എനിക്ക് അയാളെ ചതിക്കാൻ വയ്യ. നിങ്ങൾ അനിലേട്ടനെ ചതിക്കുക, ഈ വീട്ടിലെ എല്ലാവരെയും ചതിക്കുക. നീ ഇനി എന്ത് പറഞ്ഞാലും കാഞ്ചനയുടെ മനസ്സ് മാറില്ല എന്ന് പറഞ്ഞു. ദേ, അനിലേട്ടനുമായിട്ടുള്ള നിങ്ങളുടെ വിവാഹം നിശ്ചയിച്ച കാര്യം ജീവൻ അറിയുമോ എന്ന് ചോദിച്ചു. അറിയാം. അപ്പം എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ വീട്ടിൽ പറഞ്ഞില്ല? ചോദിച്ചത് കേട്ടില്ലേ? പറഞ്ഞ പഴയ കഥ തന്നെ എന്താണെങ്കിലും ആ ഒരു ദുരനുഭവം തന്നെ എനിക്കുണ്ടാവും. ഈ വീട്ടിൽ ഞാൻ വീണ്ടും തളയ്ക്കപ്പെടും. പിന്നീട് അനിലേട്ടനുമായിട്ടുള്ള എൻ്റെ വിവാഹം അതിവർ നടത്തുകയും ചെയ്യും. വീണ്ടും ജീവേട്ടൻ എന്ന് പറഞ്ഞു. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇല്ല, എനിക്ക് ജീവേട്ടൻ്റെ കൂടെ തന്നെ ജീവിക്കണം, ഒരു മാറ്റവും ഇല്ല. ഞാനത് തീരുമാനിച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ മീനു ഇങ്ങനെ നിന്നിട്ട്, ദേ, ഈ കാര്യം നീ മറ്റാരെയും അറിയിക്കരുത്. അറിയിച്ച ഒരു കാര്യം പറഞ്ഞേക്കാം, എൻ്റെ ആഗ്രഹത്തിന് വിലങ്ങുതടിയായിട്ട് ആരെങ്കിലും നിന്നാ ഞാൻ അന്ന് ജീവനെടുക്കും, പറഞ്ഞേക്കാം. അതിനുത്തരവാദി നീ ആയിരിക്കും. മരിക്കുന്നതിന് മുൻപ് നിൻ്റെ പേരെഴുതി വെച്ചിട്ട് ഞാനങ്ങ് പോകും എന്ന് പറഞ്ഞു കാഞ്ചന. അപ്പം മീനു ആകെ ധർമ്മസങ്കടത്തിലായി. ഇനി എന്താ ചെയ്യാന്നാ? നീ ഒന്നും കണ്ടില്ല, കേട്ടില്ല, അറിഞ്ഞില്ല, മനസ്സിലായല്ലോ എന്ന് മല്ലികയുടെ വാണിങ്ങും. എന്നിട്ട് ഇവർ രണ്ടുപേരും വാടി എന്ന് പറഞ്ഞ് മല്ലിക കാഞ്ചനയും കൂട്ടിക്കൊണ്ട് അങ്ങ് പോയി. അപ്പം മീനു കുറേ നേരം നിന്നു. പിന്നെ ജീവൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. മീനു നമ്മുടെ അർജുൻ്റെ വൈഫല്ലേ എന്ന് ചോദിച്ചു. അതെ, എന്നാൽ കയറി വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ കയറി അകത്തേക്ക് വന്നു. അപ്പോൾ അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും മീനു ഇരിക്കുക എന്ന് പറഞ്ഞു. അപ്പം മീനു നേരെ അവിടെ ചെന്നിരുന്നു. എന്താ മീനു, എന്തിനാ വന്നത്? എന്തിനായിരിക്കും വന്നത്? താങ്കൾ ഊഹിക്കാമല്ലോ. അയ്യോ, എനിക്കൊരു ഊഹമില്ല എന്ന് പറഞ്ഞു. കാഞ്ചനയുടെ കാര്യം സംസാരിക്കാനാണോ വന്നത്? അതെ. അതിന് ഇനി അവളെക്കുറിച്ച് എന്ത് സംസാരിക്കാൻ?
നിങ്ങളൊക്കെ ചേർന്ന് അവളെ ഒരുത്തനെ കെട്ടിച്ചുവിടാൻ തീരുമാനിച്ചില്ലേ? അവൾ അതിനെ സമ്മതിക്കുകയും ചെയ്തു. പിന്നിപ്പോൾ എന്താ എന്ന് ചോദിച്ചു. അല്ല, ജയിലിൽ കിടന്ന എന്നെ എന്താണെങ്കിലും അവൾക്കിനി ആവശ്യമൊന്നും വരില്ല എന്നൂടെ ജീവനിങ്ങനെ കൂട്ടിച്ചേർക്കുകയാണ്. ജയിലിൽ നടന്നിറങ്ങിയ ശേഷവും ഞാൻ പുറകെ നടന്നു. അത്രയ്ക്കിഷ്ടമാണ്. പക്ഷെ അവൾ എന്നെ കണ്ടില്ല എന്ന് നടിച്ചോ. മറ്റൊരുവനുമായിട്ടുള്ള വിവാഹത്തിന് അവൾ സമ്മതിക്കുകയും ചെയ്തു. അതോടെ ഞങ്ങൾ പിന്മാറി എന്ന് പറഞ്ഞു. ഇനിയിപ്പം അവളായി, അവളുടെ വഴിയായി. ഇനി അവളെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. നല്ല അഭിനയം, കൊള്ളാം, നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. എല്ലാം കാഞ്ചനയും അവളുടെ ഇളയമയും ചേർന്ന് എന്നോട് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ താങ്കളെ കാണാൻ വന്നത്. അത് ശരി, അപ്പോൾ എന്നെ അറിഞ്ഞുകൊണ്ട് തന്നെ വന്നതാണല്ലേ എന്ന് ചോദിച്ചു. ഇതാദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ വെറുതെ എനിക്കിങ്ങനെ കള്ളം പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? നിങ്ങളിതിൽ നിന്ന് പിന്മാറണം എന്ന് പറയാനായിട്ടാണ് ഞാൻ വന്നത്. ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കണം. എന്ത് ദുരന്തം എന്ന് ചോദിച്ചു. താനൊരു കാര്യം ചെയ്യാം. ഞാനും കാഞ്ചനയും പിരിയാൻ പറ്റാത്തത്ര അടുപ്പത്തിലാണെന്ന് വീട്ടിൽ പറയാം. എന്നിട്ട് താൻ കല്യാണം നടത്തിത്താ, അപ്പോൾ പ്രശ്നം തീർന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ ആകെ മീനു ധർമ്മസങ്കടത്തിൽ വീണ്ടും പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.